കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് ഈ മൂന്ന് കൊലപാതകത്തിന്റെ ന്യൂസ് വന്നതിന്റെ ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ചേതമംഗലം കൂട്ടക്കൊല ചെയ്ത പ്രതിയുടെ വീട് നാട്ടുകാർ തല്ലിത്തകർത്തു എന്ന് ന്യൂസസിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? യഥാർത്ഥത്തിൽ ആരാണ് അത് തകർത്തത്? എന്താണ് അതിന്റെ കാരണം? ഇതൊക്കെ അറിയുന്നതിന് മുൻപായി നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ചേന്നമംഗലത്ത് 3 പേരെ കൊലപ്പെടുത്തിയ പ്രതി ഋതുരാജിന്റെ വീടിനു നേരെ ഇന്നലെ രാത്രി ആക്രമണം. നാട്ടുകാരാണ് പ്രതിയുടെ വീട് അടിച്ചു തകർത്തത്. കൂട്ടക്കൊലക്കേസിൽ പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷ വടക്കൻ പറവൂർ കോടതി ഇന്ന് പരിഗണിക്കും. ഋതുരാജിന്റെ വീട്ടിൽ നിന്നും PB അനൂപ് ചേരുകയാണ്. അനൂപ്, ഇത് നാട്ടുകാർ തന്നെ ചെയ്തതാണെന്ന് വെച്ചോ? എന്നാൽ അതിനുള്ള അധികാരം അവർക്ക് ആരാണ് കൊടുത്തിട്ടുള്ളത്? ഇത് കേരളമാണ്, UP അല്ല. UPയിൽ നമുക്കറിയാം, ഒരു പ്രതി ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയുടെ വീടും കാര്യങ്ങളൊക്കെ തകർക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ന്യൂസിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈവൻ UPയിൽ പോലും അതിപ്പോ ചെയ്യാൻ പറ്റില്ല. കാരണം സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, ഒരു ഫാമിലിയിലെ ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് വെച്ച് ആ എൻ്റെ ഫാമിലിനെ നമ്മൾ ശിക്ഷിക്കുന്നത് ശരിയായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് ചെയ്യരുത്. അത് ചെയ്യുന്നത് ആരായിരുന്നാലും ശരി, അവർ ക്രിമിനൽസ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇവരിത് ചെയ്തിട്ടുള്ളത്? 3 പേരെ കൊന്നതിന്റെ പേരിലോ? അല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഈ നാട്ടുകാർ തന്നെയാണ് അവിടെ ഇപ്പോഴും അന്നും ഉണ്ടായിട്ടുള്ളത്. ഇവൻ അവിടെ എന്തൊക്കെ പോക്കിരിത്തരം കാണിച്ചിട്ടുണ്ട് എന്ന് നാട്ടുകാർക്ക് കറക്റ്റായിട്ട് അറിയാം. നമ്മളും അറിഞ്ഞിട്ടുള്ളതാണ്, ന്യൂസസിൽ കണ്ടിട്ട് നമ്മളും അറിഞ്ഞിട്ടുള്ളതാണ്. അതിന് മുമ്പായിട്ട് തന്നെ ആ വ്യക്തി, അവിടെ ഉള്ള നാട്ടുകാർക്ക് കറക്റ്റായിട്ട് ഈ വ്യക്തിനെ അറിയുന്നതാണ് ഇവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഈ കാര്യം അപ്പോഴേ ചെയ്തില്ലെങ്കിൽ, അതായത് ഈ വീട് തല്ലി തകർത്തതല്ല ഞാൻ പറയുന്നത്, ഈ ഒരു കാര്യം ആദ്യമേ ഈ ധൈര്യം എടുത്തിട്ട് അവനെ അടിച്ചു ശരിയാക്കി പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു 3 കൊലപാതകങ്ങൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ഈ ഒരു ന്യൂസസിന്റെ അടിയിൽ വന്ന കോമന്റ്സ് ആണ് നൈസ് കോമന്റ്സ്. കാരണം എന്ന് പറയുന്നത്, നാട്ടുകാരെ പ്രശംസിച്ചിട്ടുള്ള ഒരുപാട് കമന്റ്സ് ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ 1-2 കമന്റ്സ് ഉണ്ടായിരുന്നു. ആ കമന്റ്സിൽ പറഞ്ഞിട്ടുള്ളത് അവൻ ചെയ്ത തെറ്റിന് എന്തിനാണ് വീട്ടുകാരെ ശിക്ഷിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ്. എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. അപ്പൊ ഒരുപാട് പേര് പറയും അവനെ നേർക്ക് വളർത്തായിട്ടാണെന്നുള്ള ഒരു കാര്യം. നമുക്കറിയാം, 90% കുട്ടികളും വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നടക്കുന്നവരായിരിക്കാം. എന്നാൽ ബാക്കിയുള്ള കുട്ടികളുണ്ട്, കുറച്ച് കുട്ടികളുണ്ട്, അവർ വീട്ടുകാർ പറയുന്നത് അനുസരിക്കാതെ നടക്കുന്നതായിരിക്കാം. ഒരു വീട്ടിൽ തന്നെ 2 മക്കളുണ്ടെങ്കിൽ ഒരു കുട്ടി ചിലപ്പോൾ നല്ല വഴിയിലായിരിക്കും പോകുന്നുണ്ടാ, മറ്റവൻ കുറച്ച് പ്രശ്നക്കാരനായിട്ടായിരിക്കും പോകുന്നുണ്ടാ. അതിന്റെ അർത്ഥം ആ പാരന്റ്സ് അവരെ നോക്കായിട്ടാണെന്നോ? അല്ല. അത് സാഹചര്യങ്ങളാണ്. ഓരോ വ്യക്തികൾക്കും ഓരോ സാഹചര്യങ്ങളുണ്ട്. അതനുസരിച്ചിട്ടാണ് ഈ വ്യക്തികളുടെ രൂപങ്ങൾ, ബിഹേവിയർ മാറുക എന്നുള്ളത്. അപ്പോൾ പാരന്റ്സിനെ മാത്രം കുറ്റം പറയാനോ അവരെ ശിക്ഷിക്കാനോ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ ബലാത്സംഗം ചെയ്യുന്നവരെയും കൊലപാതകം ചെയ്യുന്നവരെയും ഒക്കെ അവരെ വീട്ടുകാരെയും കൂടി ശിക്ഷിക്കണ്ടേ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കാരണം ഇതാണ്. പിന്നെ ഇത് ചെയ്തത് നാട്ടുകാരാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ നാട്ടുകാരെന്നെ പറയുന്നുണ്ട് നമ്മളല്ല, അവരിൽ കുറച്ചു പേരാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത്, ഈ കൃത്യം ചെയ്തിട്ടുള്ളത് എന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് ഈ 3 കൊലപാതകത്തിന്റെ ന്യൂസ് വന്നതിന്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ കോമന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതിൽ ഒരുപാട് കമന്റ്സ് നെഗറ്റീവായിട്ട് നാട്ടുകാരെ പറയുന്നുണ്ട്. അതായത് നാട്ടുകാർക്ക് നട്ടലില്ലാത്തതാണ്, എന്ത് നാട്ടുകാരാണ് ഇവിടെ ഉള്ളത്, അവർക്ക് ആദ്യം അവനെ അടിച്ച് ശരിപ്പെടുത്തി കൂടെ, അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് നാട്ടുകാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ നെഗറ്റീവ് കമന്റ്സിനെ കണ്ടിട്ട് അതിനെ മാറ്റാൻ ചെയ്തതായിട്ട് എനിക്കിത് തോന്നുള്ളൂ. കാരണം ഇപ്പോൾ ഉള്ള കമന്റ്സ് എന്ന് പറയുന്നത് നാട്ടുകാരെ പ്രശംസിച്ചിട്ടുള്ള കമന്റ്സ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആ നാട്ടുകാരോട് തന്നെ ഒരു സ്നേഹമുണ്ടെങ്കിൽ ഇവനെ ആദ്യം അടിച്ച് ശരിപ്പെടുത്തി അവനെ നല്ല സ്വഭാവമാക്കിയത് തന്നെ നാട്ടുകാർ. പക്ഷെ ഇത് ചെയ്തില്ല. ഈ 3 കൊലപാതകം അവൻ ചെയ്യാൻ വേണ്ടി കാത്തിരുന്നതാണോ? അവനെ ഇതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവന്റെ ഫാമിലിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട്? അവന്റെ ഫാമിലിനെ ശരിയാക്കിയിട്ടെന്താ കാര്യം? അവനെ ആയിരുന്നു ശരിയാക്കേണ്ടത്, അത് ചെയ്തില്ല. അതിനുശേഷം അവൻ കുറ്റം ചെയ്തു കഴിഞ്ഞു, അതിന് ശിക്ഷ ഇപ്പോൾ പാരന്റ്സിനാണോ കൊടുക്കേണ്ടത്? അവന്റെ മാതാപിതാക്കൾക്കാണോ? അവന്റെ അല്ല, ഏത് കുറ്റം ചെയ്ത ആൾക്കാരെയും അവരുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ ഫാമിലിനെയോ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ശിക്ഷിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി ഇപ്പൊ റീസെന്റ് പറഞ്ഞ ഒരു കാര്യമാണ്. ഏകദേശം 1 മാസത്തിനുള്ളിലാണ് സുപ്രീം കോടതി ഈ ഒരു വേർഡിക്റ്റ് പറഞ്ഞിട്ടുള്ളത്, ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാരണം എന്താണ് ഇത് ചെയ്യാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ എനി അതർ വീഡിയോ. ഓക്കെ, താങ്ക് യു.